children. Good morning. Welcome back to Social Studies class. We were studying about old cities. ഇപ്പോൾ 14,700 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് വി വെർ സ്റ്റഡിങ് അബൌട്ട് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ അന്നത്തെ സിറ്റീസ് എങ്ങനെയായിരുന്നു അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ they lived, what kind of works അല്ലെങ്കിൽ what are the works they have done അല്ലേ. അതുപോലെ ക്രാഫ്റ്റ് പേഴ്സൺസ്, റൂളേഴ്സ്, സ്ക്രിപ്റ്റ്സ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് about the houses, drainage system അല്ലേ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് the things they need they brought from distant places അല്ലേ. ക്രാഫ്റ്റ് തിങ്സിനും അതുപോലെ ബിൽഡിങ്സും മറ്റും ഉണ്ടാക്കാനായിട്ടുള്ള വസ്തുക്കളൊക്കെ അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നതെല്ലാം നമ്മൾ പഠിച്ചു. ആൻഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് how was the food for the people and who made the food or who cultivated food for the people. അപ്പോൾ ഫാമേഴ്സ്, അതുപോലെ തന്നെ സിറ്റി പീപ്പിൾ, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഫാമേഴ്സ് ആയിരുന്നു കൃഷി ചെയ്തിരുന്നത് അല്ലേ. ആൻഡ് വാട്ട് ഓൾ തിങ്സ് they have grown and what were the animals they have reared. This all we have seen. So let us see about, or let us learn about Harappan towns, another Harappan or older places in Gujarat. ഗുജറാത്തിലെ ഉള്ള ടൗൺസ് നോട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഒത്തിരി സിറ്റികളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ചിലതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Let us study about Harappan towns in Gujarat. ഗുജറാത്തിൽ ഉണ്ടായിരുന്ന പുരാതന കാലത്തുണ്ടായിരുന്ന ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ സിറ്റികളെ കുറിച്ച്, ടൗൺസ്, സിറ്റി നമുക്ക് നോക്കാം. ഹാരപ്പൻ ടൗൺസ് ഉദ്ദേശിക്കുന്നത് ദ സിറ്റീസ് ദാറ്റ് വെയർ സോ മെനി ഇയേഴ്സ് ബാക്ക് അല്ലെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുരാതന നഗരങ്ങളെ കുറിച്ചാണ്. സോ ദ സിറ്റി ഓഫ് ധോളവിര, their name is written ധോളവിര, DHOLAVIRA, ധോളവിര. Okay. The city that is named Dholavira. It was located in Khadir-Bet. KHADIR. BEYT അല്ലെങ്കിൽ ഈ BEYT എന്നുള്ളത് BET അങ്ങനെ സ്പെല്ലിംഗ് പറയാം കേട്ടോ. BEYT or BET, Khadir-Bet. It was located on Khadir-Bet, Rann of Kutch in Gujarat. And see children, here there was fresh water and fertile soil. FERTILE, fertile soil എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. Fertile, good soil was available and fresh water also അല്ലേ. മറ്റുള്ള സിറ്റികളെ അപേക്ഷിച്ച് ഇവിടെ fresh water and fertile soil was available. And we know the cities, most of the cities in that time they were divided into two regions അല്ലല്ലോ. നമ്മൾ പഠിച്ചു സിറ്റാഡൽ, ലോവർ ടൗൺ, അങ്ങനെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇൻ ധോളവിര the cities have three major parts. മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ള സിറ്റികൾക്ക് രണ്ട് ഭാഗങ്ങളായിരുന്നു, ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. And these three parts are protected with massive walls. എന്ന് പറഞ്ഞാൽ വലിയ walls അല്ലേ. ബ്രിക്സ് ഉപയോഗിച്ച്, നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്സ് ഉപയോഗിച്ച് അവർ protective walls were there in order to protect the city. And also there was an open area was there in Dholavira അല്ലേ. where was it? In ഗുജറാത്തിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ഒരു ഓൾഡ് സിറ്റിയാണ് ധോളവിര. And it was located on Khadir-Bet in Rann of Kutch area in Gujarat. And what was the speciality of that city? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? യൂഷ്വലി നഗരങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരുന്നു. ലോവർ ടൗൺ, സിറ്റാഡൽ നമ്മൾ പഠിച്ചു. ഹിയർ ത്രീ പാർട്സ്, മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടായിരുന്നു ഇവിടുത്തെ നഗരങ്ങൾ അല്ലെങ്കിൽ സിറ്റികൾ. ആൻഡ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ മാസീവ് വാൾസ്. And here fresh water and fertile soil
നല്ല മണ്ണും അതുപോലെ തന്നെ ശുദ്ധജലവും ഒക്കെ സുലഭമായിട്ട് അവർക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ the city, the 3 parts of the city was protected with massive walls with entrance. Entrance എന്താ? എൻട്രൻസിലൂടെയാണ് നമ്മൾ അകത്ത് പ്രവേശിക്കുന്നത് അല്ലേ? അപ്പം ഗേറ്റ് എന്നുള്ള എൻട്രൻസ്, അതിൽ സിറ്റി പ്രൊട്ടക്ട് ചെയ്ത് വാൾസ്, അതിനകത്തേക്ക് കയറി പ്രവേശിക്കാനായിട്ട് എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ ധോലവിര there was an open area, maybe their ceremonies or could have been held. അപ്പം നിങ്ങൾക്കറിയാം ആഘോഷങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഏരിയ അവിടെ ഉണ്ടായിരുന്നു ഇൻ ദാറ്റ് സെറ്റിൽമെന്റ്. ആൻഡ് ഓൾസോ മറ്റുള്ള അതർ ഫൈൻഡിങ്സ് ഇൻക്ലൂഡ് ലാർജ് ലെറ്റേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ്. അന്ന് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ്, നമ്മൾ ലിപികൾ എന്ന് പറയും സ്ക്രിപ്റ്റ്, അന്ന് എഴുതാൻ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റുകൾ, ലാർജ് ലെറ്റേഴ്സ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് വേസ് കാർവ്ഡ് ഔട്ട് ഓഫ് വൈറ്റ് സ്റ്റോൺ. വൈറ്റ് സ്റ്റോണിൽ കൊത്തിയെടുത്തിട്ടുള്ള വലിയ വലിയ ലെറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിസ് ഈസ് എ യുണീക് find as generally Harappan writings have been found on small objects. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് മാത്രമാണ് ഇത്ര വലിയ ലെറ്റേഴ്സിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. ഇൻ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഫൈൻഡിങ്സ് ഓഫ് സ്ക്രിപ്റ്റ്, അങ്ങനെ കണ്ടെടുത്തിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ചെറുതായിരുന്നു, സീലുകളിൽ മാത്രമായിട്ട് ചെറുതായിട്ടാണ് കണ്ടിരുന്നത്. ബട്ട് ഇൻ ധോലവിര ദ ലെറ്റേഴ്സ്, ദ ഫൈൻഡിങ്സ് സജസ്റ്റ് ദാറ്റ് ദേ യൂസ്ഡ് large letters of the Harappan script were found from Dholavira. And also it was a unique thing that was found different from other cities. മറ്റുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് അവിടെ ചെറിയ ലെറ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന, സീലുകൾ ഉപയോഗിച്ചിരുന്നപ്പോൾ ഇൻ ധോലവിര they used large letters and they were carved out of white stone. സ്റ്റോൺ കൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ സംടൈംസ് they were inlaid of wood. അപ്പോൾ വുഡിലൊക്കെ അതുപോലെ തന്നെ വലിയ വൈറ്റ് സ്റ്റോണുകളിലാണിത് കൊത്തി എടുത്ത ലെറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നവർ. ഇനി സോ വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ സിറ്റി ഓഫ് ധോലവിര? വേർ വാസ് ധോലവിര? ഇറ്റ് വാസ് ഇൻ ഗുജറാത്ത്, നിയർ ഖാദർബെറ്റ്, നിയർ റാൻ ഓഫ് കച്ച് in Gujarat. And what was the speciality of that city? Usually the city was divided into 2 parts. In Dholavira it was divided into 3. And it was protected with massive walls with gateways or entrance. Then the entrances through gateways, നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ്വേസ് ഒക്കെ ഉണ്ടായിരുന്നു. And see, this city, they have fresh water and good soil was there. Fertile soil and fresh water was another speciality of Dholavira. And there was an open area where ceremonies could have been held. അല്ലേ, ചിലപ്പോൾ ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നതായിരിക്കാം അവിടെ. അങ്ങനെ ഒരു ഓപ്പൺ ഏരിയയുടെ എവിഡൻസ് കൂടെ കണ്ടു. ആൻഡ് അതർ എവിഡൻസസ് സജസ്റ്റ് ദാറ്റ് ദേ ഹാവ് ബീൻ യൂസ്ഡ് ലാർജ് ലെറ്റേഴ്സ് ഓർ സ്ക്രിപ്റ്റ്സ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സ്ക്രിപ്റ്റുകളൊക്കെ കാണിക്കുന്നത് ദേ ഹാവ് ബീൻ യൂസ്ഡ് ലാർജ് letters of Harappan scripts were found from here. That was a unique speciality. ഇത്രയുമാണ് ധോലവിരയുടെ പ്രത്യേകത. And let us see about another town, that is Lodhal. Lodhal we have already studied അല്ലേ? ലോഥലിൽ നമ്മൾ പഠിച്ചു ഫയർ ഓൾട്ടേഴ്സ്, സ്റ്റോർ ഹൗസ് ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ലോഥൽ it was also in Gujarat. Lodhal, a city, it was stood beside the tributary of Sabarmati. Sabarmati in Gujarat. അപ്പോൾ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സബർമതി നദിയുടെ ഒരു ശാഖയായ ട്രിബ്യൂട്ടറിയുടെ തീരത്താണ് ഈ ലോഥൽ. ഇറ്റ് വാസ് സ്റ്റുഡ് നിയർ, അത് അതിനടുത്തായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിലെ സബർമതിയുടെ ട്രിബ്യൂട്ടറി സബർമതിയുടെ ട്രിബ്യൂട്ടറി ആയ ആ ഏരിയയിലായിരുന്നു ഈ ലോഥൽ എന്ന ടൗൺ. ആൻഡ് ഹിയർ and it was close to the Gulf of Cambut. Gulf of Bay ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഉൾക്കടൽ അല്ലേ, ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ Gulf of Cambut, it was close to the Gulf of Cambut. Gulf of Cambut, KHAMBAT, Gulf of Cambut, Cambut ഉൾക്കടൽ. Okay. ഇനി here the raw materials were easily found. അപ്പോൾ നമ്മൾ പഠിച്ചു when the city people, when they build buildings or whatever things they made in the city, the things or raw materials needed to make that things or buildings, they have been brought from other distant places.
അപ്പൊ നമ്മൾ പഠിച്ചു അന്നത്തെ കാലത്ത് നഗരങ്ങളില് ബിൽഡിങ്സിന് ആവശ്യമായിട്ടുള്ളതും അവരെന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ തിങ്സ് they used they were brought from distant places. ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് അവർ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. But in Lothal many raw materials were found locally. പക്ഷേ ലോഥലില് പല റോ മെറ്റീരിയൽസും സുലഭമായി കിട്ടിയിരുന്നു. ഫോർ എക്സാമ്പിൾ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് അപ്പോൾ പലതരത്തിലുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളുടെയൊക്കെ ശേഖരം ഈ ലോഥലിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിഡൻസസുകൾ കാണിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ മേക്കിംഗ് ഓബ്ജെക്ട്സ് ഔട്ട് ഓഫ് സ്റ്റോൺ ആൻഡ് ഓൾസോ ഷെൽ ആൻഡ് മെറ്റൽ. അപ്പോൾ പ്രധാനമായിട്ടും അന്നത്തെ നഗരങ്ങളിൽ അന്നത്തെ സിറ്റികളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് either stone or metal or shell. ഇതൊക്കെ ഉണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമ്മൾ പഠിച്ചു. In Lothal usually people brought the raw materials like precious stones or metal ഇതൊക്കെ അവർ ദൂരസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിരുന്നപ്പോൾ in Lothal the semi precious stones അല്ലെങ്കിൽ raw materials മിക്കതും അവിടെ തന്നെ അവർക്ക് കിട്ടിയിരുന്നു, സുലഭമായിരുന്നു, അവൈലബിൾ കിട്ടിയിരുന്നു. And this was an important center for making objects of stone, metal ഇങ്ങനെയുള്ള ധാരാളം വസ്തുക്കൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നതിൻ്റെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ there was also a storehouse. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. There was the evidences suggested that there was a very good storehouse in Lothal. And many seals and ceilings were found from here. Seals, you know, I have already said. ഓഫീസ് സീലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ so many years back people used seals. ഇങ്ങനെയുള്ള സീലുകൾ മറ്റും അവർ ഉപയോഗിച്ചിരുന്നു കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടും. അതുപോലെ തന്നെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ രേഖകളിലൊക്കെ അവർ സൂക്ഷിച്ചിരുന്നു. And the letters and the scripts and the seals were ഓൾഡ് ഫാഷൻ അല്ലേ. ഇന്നത്തെ പോലെയുള്ള സീലുകളല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. അവർ ഓൾഡ് ആയിട്ടുള്ള അതിന് മിക്കതിലും അവർ ക്ലേ ആണ് ഉപയോഗിച്ചിരുന്നത്, കളിമണ്ണ് അല്ലേ, ക്ലേ. ഇപ്പം ചെളി അല്ലെങ്കിൽ ക്ലേ കൊണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള ലെറ്റേഴ്സ്, വലിയ ലെറ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് അത് അതിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് അത് ഉണക്കി വരുമ്പോഴത്തേക്കിനും അതിൻ്റെ മാർക്കിങ്സ് അവിടെ കാണും. അങ്ങനെയുള്ള സീലുകളാണ് അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. എസ്പെഷ്യലി ഫ്രം ലോഥൽ മെനി സീൽസ് ആൻഡ് സീലിങ്സ് വെയർ ഫൗണ്ട്. സീലിങ്സ് എന്താ? ദ ഇംപ്രഷൻ ഓഫ് സീൽസ് ഓൺ ക്ലേ, അതാണ് സീലിങ്സ് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സീലുകളുടെ നമ്മളിങ്ങനെ നിങ്ങൾക്കറിയാം സീല് കുത്തുന്നത്, അത് സീല് ഇപ്പോൾ ഓഫീസിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഓഫീസിൻ്റെ ലെറ്റേഴ്സ് അതിൻ്റെ അഡ്രസ്സ് അതിലുണ്ടാവും. ആ സീല് ആ ഇങ്കിൽ മുക്കിയിട്ട് നമ്മൾ സീൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ് ദേ യൂസ്ഡ് ദി സീലിങ്സ് വിത്ത് ദ യൂസ് ഓഫ് ക്ലേ കൊണ്ടും അതുപോലെ തന്നെ ലെറ്റേഴ്സ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം. പേജ് നമ്പർ 30 ഇത് കണ്ടോ, ഒരു ഡോക്യാർഡ്. ഇതൊരു ഡോക്യാർഡ് നിങ്ങൾക്ക് കാണാം. ഡോക്യാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലേസ് വെയർ ഷിപ്സ്, ബോട്ട് ഇതൊക്കെ അടുത്തിരുന്ന സ്ഥലങ്ങളാണ്. അതിനാണ് ഡോക്യാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ഡോക്യാർഡ് അറ്റ് ലോഥൽ. ലോഥൽ ഒരു ഡോക്യാർഡാണ് മിസ് ഇപ്പോൾ കാണിച്ചത്. ദിസ് ഹ്യൂജ് ടാങ്ക് മേ ബി യൂസ്ഡ് ഡോക്യാർഡ് വെയർ ബോട്ട്സ് ആൻഡ് ഷിപ്സ്. ഇപ്പം നമ്മൾ വരത്തില്ലേ കപ്പലുകളും അതുപോലെ തന്നെ ബോട്ടുകളൊക്കെ നടക്കുന്ന സ്ഥലത്തിനാണ് ഒരു ഡോക്യാർഡ് പോലെ ഇങ്ങനെയുള്ള വലിയ ടാങ്കുകൾ അവർ ഉപയോഗിച്ചിരുന്നിരിക്കാം. ആൻഡ് ദിസ് വാസ് നിയർ it was their ships and boats came in from the sea and through river channels. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസസ്, ഇങ്ങനെയുള്ള ടാങ്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസസ് they have been used as a dockyard where ships or boats came. Mainly these were used for trade അല്ലേ, വലിയ വലിയ ഗുഡ്സ് സാധനങ്ങൾ അതൊക്കെ വന്നിരുന്ന സ്ഥലങ്ങളായിരിക്കാം. ആൻഡ് ഓൾസോ മെനി ബിൽഡിങ്സ് a building found from here. ഒരു ബിൽഡിങ്ങിന്റെ എവിഡൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് വാസ് പ്രോബബ്ലി their findings suggested that there was so many things were found from there. So all include beads, workshop. അതൊരു വർക്ക്ഷോപ്പ് ആയിരുന്നിരിക്കാം, ചിലപ്പോൾ ക്രാഫ്റ്റ് തിങ്സ് ഉണ്ടാക്കിയിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നിരിക്കാം അത്. എവിഡൻസ് സജസ്റ്റ് ദാറ്റ് so many things were found from there. That buildings, from that building so many things found include beads, pieces of stone, half made beads, അതുപോലെ തന്നെ ടൂൾസ് ഫോർ ബീഡ്സ് മേക്കിംഗ്. അപ്പം ഇങ്ങനെയുള്ള മുത്തുകൾ കൊണ്ടുള്ള ധാരാളം സാധനങ്ങൾ പകുതിയായിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഹാഫ് മെയ്ഡ് ചിലപ്പോൾ മൊത്തം ഉണ്ടാക്കിയിരുന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ഫിനിഷ്ഡ് ബീഡ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ ബീഡ്സ് കൊണ്ടുള്ള ധാരാളം പല ചെയിൻസോ മാലകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം വളയും മാലയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, ബീഡ്സ് കൊണ്ട് നമ്മൾ മുത്തുകളുണ്ട്, ധാരാളം ഓർണമെന്റ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. സോ സച്ച് ടൈപ്പ് ഓഫ്
evidences were found from a building from here, where Lothal. And this building that was found here was probably a workshop. ഒരു വർക്ക്ഷോപ്പ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് തിങ്സ് ഉണ്ടാക്കിയിരുന്ന സ്ഥലമായിരിക്കണം ആ ബിൽഡിംഗ്. Here evidences, what all evidences got from here? Pieces of stone, half made beads, tools for bead making and finished beads. ഇപ്പം മുത്തുകൾ പകുതി ആയിട്ട്, ഇപ്പം മൊത്തം അത് ചിലപ്പോൾ പകുതിയായിട്ട് ഉപേക്ഷിച്ചിരുന്നിരിക്കാം, ഉണ്ടാക്കാതെ ഇട്ടിരുന്നത്. അങ്ങനെയുള്ള ഹാഫ് മെയ്ഡ് ബീഡ്സ്, ഫിനിഷ്ഡ് ബീഡ്സ്, അങ്ങനെയുള്ള ധാരാളം വർക്കുകൾ, അതിൻ്റെയൊക്കെ എവിഡൻസസുകൾ ഫൗണ്ട് ഫ്രം ഹിയർ. അപ്പം നിങ്ങൾക്ക് അവിടെ സീലിങ്സിൻ്റെ പിക്ചർ കാണാം. ഒരു സീലിങ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. സീൽസ് may have been used to stamp bags or packets containing goods that were sent from one place to another. അല്ലേ, നമ്മൾക്കറിയാം നമ്മൾ ഓഫീസുകളിൽ സീലുകൾ ഉപയോഗിക്കാറുണ്ട്. we have used now, അല്ലേ, we are using now for different purposes. നിങ്ങൾ ഇപ്പോൾ ഓഫീസുകളിൽ, അതുപോലെ നിങ്ങൾക്ക് പാഴ്സലുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെയാണോ വരുന്നത് അതിൻ്റെ ഇപ്പം നമ്മൾ ഇപ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ സീല്, പാക്കറ്റിൽ സീലുണ്ടാവും അല്ലേ, അതിൽ എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ സീലുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ദിസ് കൈൻഡ് ഓഫ് സീൽസ് വെർ യൂസ്ഡ് ഇൻ ഓൾഡ് ടൈം ഓൾസോ. അപ്പം അന്നത്തെ സിറ്റികൾ ഉപയോഗിച്ചിരുന്ന സീലുകൾ ദാറ്റ് വാസ് ക്വയറ്റ് ഡിഫറെൻറ്റ് ഫ്രം അവേഴ്സ്. അപ്പം അന്നത്തെ ഒരു സീലിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സീ, അപ്പോൾ ഒരു സീൽ അല്ലെങ്കിൽ പാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു ബാഗ് അല്ലെങ്കിൽ പാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ടൈഡ് എന്താ കെട്ടി വെക്കുക. എ ലെയർ ഓഫ് വെറ്റ് ക്ലേ വാസ് അപ്ലൈഡ് ഓൺ ദ നോട്ട്. ആ കെട്ടിൻ്റെ പുറത്ത് നനഞ്ഞ ക്ലേ തേച്ച് പിടിപ്പിക്കും. ആൻഡ് ദ സീൽ വാസ് പ്രസ്ഡ്. എന്നിട്ട് ആ സീല് അതിൽ പ്രസ് ചെയ്യും. അപ്പോൾ അത് സീൽ ചെയ്ത പോലെ ആയി. ആൻഡ് ദ ഇംപ്രഷൻ ഓഫ് ദ സീൽ ഈസ് നോൺ ആസ് ദ സീലിംഗ്. അങ്ങനെ വെക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് സീലിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള സീലിങ്സ് അങ്ങനെ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കും അത് പൊട്ടിക്കാനുള്ള അവകാശമില്ല. അതിൻ്റെ ഓണറിനായിരിക്കണം അത് കിട്ടുന്നത് വരെ അത് പൊട്ടിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ സീൽ ചെയ്ത പേപ്പറുകൾ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മണി ഓർഡറുകൾ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള തിങ്സ് നമ്മുടെ വീടുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള സീൽസ് ഉണ്ടാവും. So these kind of seals, they were used in old time, but the seal was quite different. ഇങ്ങനെയുള്ളത് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരെ സീൽ ചെയ്തിരുന്നത് ക്ലേ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ കെട്ടിൻ്റെയൊക്കെ മുകൾ വശത്തായിട്ട് വെറ്റ് ക്ലേ പറ്റിച്ച് വെക്കും, അതിൻ്റെ പുറത്തേക്ക് സീൽ ചെയ്ത് വെക്കും. ഉണങ്ങി കഴിയുമ്പോൾ അത് നല്ല ഒരു മാർക്കിംഗ് ആയിട്ട് അത് കാണും. അതാണ് അങ്ങനത്തെ സീലാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ ചിൽഡ്രൻ, now it is time to wind up. So what do we have studied? We have studied about two cities, like towns in Gujarat, Dholavira and Lothal. Dholavira, the city was 3 parts mainly, and these parts were protected with the massive walls with gateways there, and the city was this city had fresh water and fertile soil, and also many things they were made, and also there was an open area, and it may have been used for ceremonies, and also many ceilings, അതുപോലെ ഹാരപ്പൻ ലെറ്റേഴ്സ്, സ്ക്രിപ്റ്റ്സ്, ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന ലെറ്റേഴ്സിൻ്റെ എവിഡൻസസുകളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. And another town, it was a Lothal. It was near the Ghandirbet in the Rann of Kutch area, and here many of the raw materials was available there. For example, semi precious stones, അതുപോലെ മെറ്റൽസ്, സ്റ്റോൺസ് ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. അതുപോലെ തന്നെ ഒരു ഹ്യൂജ് ടാങ്ക് വാസ് ദെയർ, ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ ഡോക്യാർഡ്, അല്ലേ, ഷിപ്പുകളും മറ്റും അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലം പോലെ അത് ഉപയോഗിച്ചിരുന്നു കച്ചവട ആവശ്യത്തിന്, ഓർ മേ ബി ഫോർ in order to ലോഡഡ് ഗുഡ്സ് ആൻഡ് ലോഡിങ്ങും അൺലോഡിങ്ങും ഗുഡ്സ് ഒക്കെ അല്ലെങ്കിൽ സാധനങ്ങൾ ലോഡ് ചെയ്തിരുന്നിരിക്കുക, ഇവിടെ നിന്ന് ലോഡിങ്ങും ഒക്കെ നടന്നിരുന്നിരിക്കുക. ആൻഡ് വൺ ബിൽഡിംഗ് ഓൾസോ ഫൗണ്ട് ഫ്രം ലോഥൽ, ആൻഡ് ഇറ്റ് വാസ് എ വർക്ക്ഷോപ്പ്, and from here many evidences found. It was suggested that pieces of stones, half made beads, മുത്തുകളുണ്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സീല്, എങ്ങനത്തെ സീലാണ് ഉപയോഗിച്ചിരുന്നത്, ക്ലേ കൊണ്ട് അവർ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു പഠിച്ചു. So children, it is time to wind up. You should read the lesson very well. Page number 31 കേട്ടോ, 31, 32 ആണ് വായിക്കുന്നത്. Children, be good children, stay safe. Thank you.